അപ്പോൾ രണ്ടാം ദിവസവും വണ്ടി ഒന്ന് ടെസ്റ്റ് റൈഡ് ചെയ്യാം എന്ന് വിചാരിച്ചു. ഇന്നലെ വളരെ നൈറ്റിലാണ് നമ്മൾ വണ്ടി ഓടിച്ചത്. പിന്നെ മാത്രമല്ല നമുക്ക് കാര്യങ്ങളൊന്നും കൂടി ഒന്ന് കൺഫേം ചെയ്യണം. നമ്മളൊരു 15 കൊല്ലത്തേക്കൊക്കെ ഉദ്ദേശിച്ചാണ് ഒരു വണ്ടി എടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ചിന്തിക്കണമല്ലോ. ഇത് അങ്ങനെ ചിക്കുക്കുട്ടൻ രണ്ടാമത് വന്നേക്കണം. അതുപോലെ ചിമ്മക്കുട്ടി ഉണ്ട്, ഒരു മോളും കൂടി ഉണ്ട്, അവള് വന്നിട്ടില്ല. സൈഡേ ലെഫ്റ്റ് സൈഡൊക്കെ നോക്കിയാൽ സെറ്റ് ചെയ്യണം. ഈ വണ്ടിയിൽ സെറ്റ് ചെയ്യാനുള്ളതുണ്ട്. ആ അഡ്ജസ്റ്റ്മെന്റ് കണ്ടോ അവിടെ ഒരു നോബ് കണ്ടോ റൗണ്ടില്. ഈ നോബ് ഇങ്ങോട്ട് തിരിച്ചിട്ട് എങ്ങോട്ടാണ് മാഡത്തിന് ആക്കണ്ടിച്ചത്? മതിയോ? ഇന്നലെ ഇരുട്ടത്ത് ഓടിച്ചുകൊണ്ടേ ഓഫ് ചെയ്തോളൂ. ബാക്കിൽ വണ്ടിയൊന്നും സീറ്റ് ബെൽറ്റ് ഇട്ടില്ല. ഓ എല്ലാരും ഇട്ടിട്ടുണ്ട്. ഉണ്ണി നോക്കി നിന്നോട്ടോ, പിടിച്ചു നിന്നോട്ടോ. അമ്മ പെട്ടെന്ന് ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് ചാടും. കുഴപ്പമൊന്നും വേണ്ട. ഇതിൽ ഇരിക്കുമ്പോ വലിയ വണ്ടി പോലെ തോന്നാണ്. അത്ര വലിപ്പൊന്നുമില്ല വണ്ടി. ഈ പറഞ്ഞ വാഗണമില്ലേ അതിന്റെ വീതിയേ ഉള്ളൂ. നല്ല ചെറിയ വണ്ടിയാ. ഈ പറഞ്ഞ കോമറ്റ് പോലത്തെ നമ്മളവിടെ എത്ര ചെറിയ ഗ്യാപ്പിലാ തിരിച്ചെന്ന് അറിയോ? അത്ര ഉള്ളൂ വണ്ടിയുടെ വലിപ്പം. മാഡത്തിന് ഏകദേശം മനസ്സിലായില്ലോ. ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വാങ്ങിയിട്ടില്ല. എക്സ്ചേഞ്ച് ഈ മാസം എത്ര വണ്ടി പോയിട്ടുണ്ട്? ഈ വണ്ടിയാണോ? ഈ വണ്ടി നമ്മുടെ ഡെലിവറി ഒന്നും അല്ല, ഡെലിവറി പോയിട്ടുണ്ട്. ഒരു 10-30 വണ്ടിയോളം ഇപ്പൊ ഡെലിവറി പോയി. വണ്ടി വന്നായിരുന്നു. കഴിഞ്ഞ മാസം നമ്മുടെ ഈ ഷോറൂമിൽ മാത്രം എത്ര ബുക്കിംഗ് ന്റെ മുകളിൽ വന്നിട്ടുണ്ട് സാറേ. അപ്പൊ ഇതിപ്പോ ആർക്കൊക്കെ കൊടുക്കും? നമ്മള് ഫസ്റ്റ് ബുക്കിംഗ് എടുത്ത ആൾക്ക് ഫസ്റ്റ് കൊടുക്കും. പക്ഷെ ചിലപ്പം രണ്ടാമതോ മൂന്നാമതോ ബുക്കിംഗ് എടുത്ത ആള് ചിലപ്പം ലോണിന്റെ എന്തെങ്കിലും ഇഷ്യൂ കൊണ്ട് ചിലപ്പോൾ ക്യാൻസൽ ആയി പോയിട്ടുണ്ടാവും. സിബിൽ ഇല്ലാഞ്ഞിട്ടോ. ഇങ്ങോട്ട് അപ്പൊ അങ്ങനെ ക്യാൻസൽ ആകുമ്പോ നമ്മൾ ആ വണ്ടി എടുത്തിട്ട് അടുത്ത ഏതാണോ അതേ വണ്ടി ആരാണോ ബുക്ക് ആ വണ്ടി റേറ്റ് കുറവുണ്ടോ? കളറ് സെക്കൻഡില് വൈറ്റ് കിടപ്പണ്ട. എന്റെ ഉമ്മ ഇവിടെ എത്തിച്ച് ഇവിടേക്ക് എവിടെ വേണമെങ്കിലും കോൺഫിഡന്റ് ആണെങ്കിൽ എടുത്താ. ഞാൻ ബഗ്ഗിയില്ല കേട്ടാ. കേട്ടാ എനിക്ക് പറ്റൂലെങ്കിൽ പേടിയോ? അത് ഞാൻ ഇരിക്കണോണ്ടാവും. നിങ്ങൾ ഫാമിലി ആയിട്ട് പോകുമ്പോ കുഴപ്പമുണ്ടാവില്ല. പിന്നെ അത് ടെസ്റ്റ് ഡ്രൈവ് വണ്ടി കൂടി ആവുമ്പോ. ഇന്നലെ എന്നോട് ഒരു പേടി ഉണ്ടായിരുന്നു, പക്ഷെ അറിയിക്കാനായിട്ട് വന്നു. ഉൾഭയം ഒന്നും വേണ്ട. അത് കുറച്ച് ഫ്രണ്ടിൽ ഇട്ടിട്ട് അവരെന്ത് പൊക്കോട്ടെ. ഇല്ല തേമാടെ ചേർത്തോളൂ, കുഴപ്പമില്ല. തട്ടില്ല, ഇഷ്ടംപോലെ ഗ്യാപ്പുണ്ട്. പൊക്കോളാം ഞാൻ. പൊക്കോളാൻ പറഞ്ഞല്ലേ? ലോറിയാണത്? അല്ല, ഇത് മറ്റേ ദോസ്തിന്റെ വണ്ടി ഉണ്ടല്ലോ, ഗ്യാസ്. കൂടുതലാണല്ലോ. ഞാൻ ഒരു കാര്യം പറയട്ടെ പ്രവീൺ നല്ലൊരു കോൺഫിഡന്റ് തന്നെ ആളാണ് കേട്ടോ. നല്ല ധൈര്യമുള്ള ഒരാളാ. ഇപ്പൊ സാധാരണ ഇയാളുടെ കൂടെ ഇരിക്കാൻ കോ ഡ്രൈവേഴ്സിനെ എടുത്തോ ഒന്നും അങ്ങനെ കോൺഫിഡൻസ് കൊടുക്കില്ല. കൊണ്ട് കേറ്റോ അങ്ങനെയൊക്കെ ഓർത്തട്ടെ. പക്ഷെ നല്ലൊരു എക്സിക്യൂട്ടീവ് ആണ്, എന്തായാലും പറയാനില്ല.
കാരണം അതുകൊണ്ടാണ് ഇത് എടുക്കാൻ പറ്റണേ. അപ്പൊ ഈ വണ്ടി എടുത്തതിന് ശേഷം പ്രവീൺ ഫ്രീ ആണെങ്കിലേ ഞങ്ങളുടെ കയ്യിൽ വണ്ടി കിട്ടണവരെങ്കിലും കുറച്ചൊന്ന് കയ്യിലാവണവരെ എവിടെയെങ്കിലും പോകുമ്പോഴേ വൈഫിനെയും കൂട്ടണം. പ്രവീന്റെ വൈഫിനെയും കൂട്ടിക്കോ. ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ ഒരാളുമായി. വർക്കിംഗ് ടൈമിൽ വേണ്ട, ഈ അല്ലാത്ത സമയത്ത് ഈ സൺഡേസിലൊക്കെ തന്നെയാണല്ലോ നിങ്ങൾ വണ്ടി എടുത്ത് പോകുള്ളൂ. അതെ അതെ. അവിടെ കാറുണ്ടോ വീട്ടില്? വീട്ടില് ഒരു പഴയ 2007 മോഡൽ സ്വിഫ്റ്റ് ഉണ്ട്. ഞാൻ ഇപ്പൊ കൊച്ചായതിനു ശേഷം എടുത്തതാണ്. കാരണം ഈ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോഴേ ഇതില്ലാതെ നടക്കില്ല. പിന്നെ നമ്മുടെ അവിടെ പാലക്കാടൊന്നും ഈ ഊബറും സംവിധാനങ്ങളൊന്നും ഇല്ല. അപ്പൊ അവര് പറയുന്ന റേറ്റ് ഓട്ടോ വിളിച്ച് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ 500 രൂപ വേണം. പ്ലസ് വെയിറ്റിംഗ് ഉണ്ടെങ്കിൽ വെയിറ്റിംഗ് ചാർജ്. അതല്ലെങ്കിൽ തിരിച്ചു പോകുമ്പോ പിന്നെ 500 രൂപ കൊടുത്ത് വേറെ ഓട്ടോ വാങ്ങണം, വിളിക്കണം. കൊച്ചിന് ജനിച്ചു കഴിഞ്ഞ് കുറച്ച് ദിവസമൊക്കെ അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നായിരുന്നു. അത് ഡീസൽ വണ്ടിയാ? അല്ല, പെട്രോൾ വണ്ടിയാണ്. എന്നാലും ലാഭമാണ് നമുക്ക് ഓട്ടോ കാശ് കൊടുക്കണതിന്റെ. എനിക്കിപ്പോ ഞാനൊരു 10-20 വട്ടമൊക്കെ ഈ ഗർഭിണി ആയിരിക്കുമ്പോൾ അതിന് മുമ്പൊക്കെ ആയിട്ട് കുറെ വട്ടം ഓട്ടോ വിളിച്ചിട്ടുണ്ട്. 20 അല്ല. എനിക്ക് അത് വെച്ച് നോക്കുമ്പോ ഞാൻ ആ വണ്ടി വാങ്ങേണ്ട ക്യാഷിന്റെ പകുതി ഓട്ടോന് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇപ്പൊ ഈ പുതിയ വണ്ടി എടുക്കാന്നായപ്പോഴേ ഇപ്പൊ അങ്ങനെ എടുക്കണില്ല. യൂബർ എടുത്താ തന്നെ നല്ല, അത് AC നല്ല ഇതേപോലെ കൂളിങ്ങാ, പക്ഷെ നല്ല കുടി കുടിക്കുന്നുണ്ട്. പെട്രോൾ അതെന്ന് വെച്ചാ ഫിറ്റഡ് AC ആണ്, പുറത്തുനിന്ന് കയറ്റിയ AC ആണ്. കുഞ്ഞിന്റെ കാര്യം ഓർക്കുമ്പോ ചൂട് ഞങ്ങൾ എങ്ങനെയെങ്കിലും സഹിക്കും. അപ്പൊ അങ്ങനെ ഇപ്പൊ വണ്ടി ഇന്നലെ റിപ്പയറിന് കൊടുത്ത് ഇന്നലെ കിട്ടി. അപ്പൊ ഇപ്പൊ വീട്ടിൽ കയറ്റിയിട്ടൊക്കെയാണ്. ഞാൻ അവിടെ നിന്ന് യൂബർ എടുത്ത് പോകുന്നു. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഓഫറും ഉണ്ട്. അപ്പൊ കുഴപ്പമില്ല. അത് കാരണം ഞങ്ങള് ഊബറിൽ തന്നെ പോവുകയാണ് നല്ലത്. ഇവിടെ ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് പോലീസ് ഹോസ്പിറ്റലിൽ വരെ പോവുകയാൽ ഊബർ വിളിച്ചു കഴിഞ്ഞാൽ മാക്സിമം ഒരു 300-350 അല്ലേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഇത്ര ദൂരം പോണെങ്കിൽ ബ്ലോക്ക് പോലും ഉണ്ടാവില്ല അതേപോലെ. എന്നിട്ട് ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കുന്ന 500 രൂപ. പിന്നില്ലേ പ്രവീനെ, ഇപ്പൊ യൂബറിൽ ബൈക്ക് സർവീസ് തുടങ്ങിയിട്ടുണ്ടോ? ഇപ്പൊ പ്രവീൺ ഒറ്റക്ക് പോണെങ്കിൽ യൂബർ ബുക്ക് ചെയ്യാം. ബൈക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ലിസി വരെ 300 ആണെങ്കിൽ 150 രൂപ താഴെ ആവുള്ളൂ ബൈക്ക്. അപ്പോൾ നമ്മൾ വണ്ടി ബുക്ക് ചെയ്തിട്ടാ. വണ്ടി ബുക്ക് ചെയ്തിട്ട് ഇനി എന്താണ് ഇതിൻ്റെ ഇനിയിപ്പോൾ യൂസർ റിവ്യൂവും അതുപോലെ ബാക്കി ഡീറ്റെയിൽസൊക്കെ തരാം. അപ്പോൾ ഫോളോ ചെയ്ത് പോരിട്ടാ. ഓക്കെ. ഒരു